ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കറുപ്പ് എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ പടം റിലീസായ അന്ന് മുതൽ വിചാരിക്കുന്നുണ്ട് പടം കാണണമെന്ന്. പക്ഷേ ഇന്നാണ് അതിന് സാധിച്ചത്. പടം കണ്ടു, ഇഷ്ടപ്പെട്ടു. എല്ലാവരും കണ്ടു കാണും, മിക്കവരും കണ്ടു കാണും. എന്നിരുന്നാലും കാണാൻ ഇനിയും ഒരുപാട് പേരുണ്ടായിരിക്കും. കാരണം ഞാനിന്ന് പോയപ്പോഴും തിയേറ്റർ ഫുള്ളായിരുന്നു കേട്ടോ. തിരുവനന്തപുരത്തുള്ള എലീസ് പ്ലസിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. തിയേറ്റർ ഹൗസ് ഫുള്ളായിരുന്നു. എല്ലാവരും ഭയങ്കര നല്ല എനർജറ്റിക് കൂടെ ആയിരുന്നു പടം കാണാനിടയായത് കേട്ടോ. പടത്തിലേക്ക് വരാം. RJ ബാലാജി സംവിധാനം ചെയ്ത, മൂക്കുത്തി അമ്മന് ശേഷം RJ ബാലാജി സംവിധാനം ചെയ്ത കറുപ്പൻ സിനിമ. ഓക്കെ, നമ്മുടെ മലയാളത്തിലെ ആക്ടേഴ്സ് തമിഴ് സിനിമകളിലൊക്കെ വരുമ്പോൾ, അത് ജയിലറിലൊക്കെ കണ്ടാണ് മോഹൻലാലൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അതേപോലെ സന്തോഷം തന്നെയാണ് നമ്മുടെ മലയാളത്തിലെ, അത് ഏത് ആക്ടറായിരുന്നാലും അല്ലെങ്കിൽ ആക്ട്രസ് ആയിരുന്നാലും ഏത് അന്യഭാഷ ചിത്രങ്ങളിൽ അഭിനയിച്ചാലും അത് നമുക്കൊരു സന്തോഷം തോന്നും. സിനിമാ പ്രേമികൾക്കൊരു സന്തോഷം തോന്നും. അതേപോലെ ഒരു സന്തോഷം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻസ് ആയാലും, ഇന്ദ്രൻസിൻ്റെ മകളായി അഭിനയിച്ച അനഘ രവി ആയാലും, അതുപോലെ നമ്മുടെ അജു വർഗീസ് ആയാലും. അജു വർഗീസിൻ്റെതൊക്കെ മിന്നി മാഞ്ഞു പോയി. അതുപോലെ തന്നെ സ്വാസിക ആയാലും അവരൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇപ്പോൾ ഒരുപാട് തമിഴ് സിനിമകളിൽ മലയാളി ആക്ടേഴ്സിനെ വിളിക്കാറുണ്ട്, അവരുടെ ടാലൻറ്റിനനുസരിച്ച് വിളിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മലയാളികൾ തമിഴിൽ നിന്ന് അധികം ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്താറില്ല. എന്നാലും അതൊക്കെ നല്ല കാര്യമാണ്. ഓക്കെ, തിരിച്ച് വീണ്ടും നമുക്ക് സിനിമയിലേക്ക് വരാം. ഇതിൽ സിനിമയെന്ന് പറയുന്നത് ഒരാഭരണങ്ങൾ മോഷണം പോകുന്നതും, അത് കണ്ടുപിടിക്കാനായി പോലീസ് സ്റ്റേഷനിൽ പരാതി എടുക്കാൻ പോകുന്നതും, അത് വിട്ടുകിട്ടാൻ വേണ്ടി കോടതിയെ സമീപിക്കുന്നതും, അവിടെ അതിഭയങ്കരമായിട്ടുള്ള അവർ ചൂഷണങ്ങൾ നേരിടുന്നതും, അത് അവർക്ക് സഹിക്കാതെയും ഓർക്കാൻ പറ്റാതെയായിട്ട് വരുമ്പോൾ അവരെ ഒരാളിലേക്ക് അഭയം പ്രാപിക്കുന്നുണ്ട്. ആ അഭയം പ്രാപിക്കുന്ന ആളാണ് കറുപ്പൻ എന്ന് പറയുന്ന ആൾ കേട്ടോ. അതായത് സൂര്യ, നായകനായ സൂര്യ. അപ്പോൾ കഥയൊന്നും ഞാൻ ഇതായിട്ട് പറയുന്നില്ല, കാരണം ഇനിയും ഒരുപാട് പേർ പടം കാണുന്നുണ്ട്. ഞാനിതുപോലെ റിവ്യൂസോ ഒന്നും കാണാതെ തന്നെയാണ് ഞാൻ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമായത് ആദ്യ പകുതി ഭാഗം എനിക്ക് നല്ല രീതിയിൽ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ ഇരുന്ന് കണ്ടു. അതിന് ബാക്കി വന്ന സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, എനിക്ക് അതിലെവിടെയൊക്കെ എനിക്ക് മൂക്കുത്തി അമ്മൻ സിനിമയായിട്ട് എവിടെയൊക്കെ റിലേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അത് കറക്റ്റായിട്ട് വന്ന് അതിൻ്റെ ക്ലൈമാക്സിൽ വന്നിട്ട് അതേ സിറ്റുവേഷൻ, മൂക്കുത്തി അമ്മയിലെ അതേ സിറ്റുവേഷനാണ് ഇതിൽ വന്നതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ എന്നുള്ളത് കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇതിൽ സംവിധായകൻ തന്നെ RJ ബാലാജി തന്നെ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ബേബി കണ്ണൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. നല്ല രീതിയിൽ ആ കഥാപാത്രം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കഥയായാലും എന്ത് തന്നെ ആയിരുന്നാലും സംവിധാനവും എല്ലാം നല്ല രീതിയിൽ, ക്യാമറ ആയിരുന്നാലും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കഥ അല്ലെങ്കിൽ ഈ ഒരു സിനിമ കാണാൻ പോകണമെന്ന് വിചാരിച്ചത് തന്നെ രചേൻ്റെ ഒരു ഫ്രണ്ട്, ഒരു മാർത്താണ്ഡത്തുള്ളവരാണ്, ദിനേശ് എന്നാണ് അയാളുടെ പേര്. ആൾ ഇതേപോലെ ഒരു കഥ എഴുതിയിട്ട് ഈ പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിക്ക്, ഡ്രീം വാരിയേഴ്സിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് തന്നെ അയാൾ പോയിട്ടുണ്ട്, കഥ പറഞ്ഞിട്ടുമുണ്ട്. തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞതല്ലാതെ വേറൊരു മറുപടിയും ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് കരയുകയും ഇമോഷനാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അവൻ്റെ സ്ക്രിപ്റ്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. എന്ത് ചെയ്യാൻ, അവൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും, ഈ ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവരിൽ നിന്നൊക്കെ മോശം പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാം ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. എന്തോ അവർ കേസുമായി മുന്നോട്ട് പോകുമെന്നും അറിയില്ല. അതിനുശേഷം വിളിച്ചതുമില്ല. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം വിളിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ വിളിച്ചില്ല. എന്താവും നോക്കാം. അവൻ ആ സിനിമ എഴുതിയിട്ടുള്ളത്, ഇതിൽ കറുപ്പൻ സ്വാമി എന്നാണ് കാണുന്നതെങ്കിൽ അവൻ എഴുതിയിട്ടുള്ളത് മുരുകൻ സ്വാമി വെച്ചായിരുന്നു കേട്ടോ. ലോഡ് മുരുകനെ വെച്ചായിരുന്നു ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ സൂര്യ ചെയ്ത കഥാപാത്രം അവൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അരുൺ വിജയ് എന്ന പറയുന്ന ആക്ടറിനെ വെച്ചായിരുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അവർ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അവരിങ്ങനെ ഒരു സിനിമ പുറത്തിറക്കി. കുഴപ്പമില്ല, കൊള്ളാം. പക്ഷേ എന്നിരുന്നാലും ഒരാളുടെ കഥയാണ് എന്ന് വിചാരിക്കുമ്പോൾ, അവൻ്റെ കഥയല്ലേ എന്ന് വിചാരിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്.
അല്ലെങ്കിൽ അവനെ വിളിച്ചൊന്ന് സംസാരിക്കാമായിരുന്നു, നല്ലൊരു വാക്ക് പറയാമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പടം? നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? എന്താണ് ഞാൻ പറഞ്ഞതുമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? നിങ്ങൾക്ക് കണ്ടപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ഫീല് തോന്നിയിരുന്നോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.